ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൊതുജനാരോഗ്യം, ബയോളജി ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ടോപ്പിക്കാണല്ലോ. 6 മാർക്ക് 10th മെയിൻസിന്. അതിൽ 8 മാർക്ക് വരെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ചോദ്യവും അതിനോട് ബന്ധപ്പെട്ട SCRT പാഠഭാഗം, അതിനോട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. എക്കണോമിക്സും ഹിസ്റ്ററിയും അടക്കം എല്ലാ വിഷയങ്ങളും, മാത്സും ഇംഗ്ലീഷും അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തെ ചോദ്യങ്ങൾ ഈ രീതിയിൽ കിട്ടിയതുകൊണ്ട് എന്താണ് ഒരു ഗുണം? ഇതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ പാറ്റേൺ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. PSCയുടെ പാറ്റേൺ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മാത്രമല്ല ചോദ്യങ്ങളുടെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ 6 മാർക്ക് വെച്ച് പഠിക്കുകയാണ് ബയോളജി പഠിക്കുമ്പോൾ 8 മാർക്ക് ഉണ്ട് എന്നുള്ള ധാരണ കിട്ടുന്നു. 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് നമ്മൾ വെച്ച് പഠിക്കുമ്പോൾ 15 മുതൽ 18 മാർക്ക് വരെ വാരി ചെയ്തു പോകുന്നു. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കേ ഉണ്ടാവുള്ളൂ. എന്താണ് ചോദ്യങ്ങളുടെ രീതി, എത്ര ആഴത്തിൽ പോകണം, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. പുതുതായി പഠിച്ചു തുടങ്ങുന്നവർക്ക് കൃത്യമായ ഒരു റോഡ് മാപ്പ്, അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്സാമിൽ അവർക്ക് നിലവിലുള്ള അറിവിനേക്കാൾ ഒരു 30-40 മാർക്ക് ഈ പങ്ക്തിയിലൂടെ നിങ്ങൾക്ക് കിട്ടും. നന്നായി പഠിച്ചു പോയവർക്ക് എവിടെയാണ് എനിക്ക് പ്രശ്നം, എവിടെയാണ് ഞാൻ പരിഹരിക്കേണ്ടത് എന്നുള്ള ഒരു ബോധവും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം എൻ്റെ പേര് രഘുനന്ദൻ MV, വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. കൂടാതെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് കിട്ടും. ആ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. അതോടൊപ്പം തന്നെ അതിൽ നിന്നൊരു എക്സാമും കിട്ടും. ഓക്കെ, ചില 1-2 ദിവസങ്ങളിലൊക്കെ ബ്രേക്ക് ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കുക. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ക്ലാസ്സുകൾ കൂടുമ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കും. ഓക്കെ, അവർക്കുള്ള കണ്ടന്റും സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ബയോളജിയാണ്. ബയോളജിയുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം ചാനലിൻ്റെയും ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം അതുപോലെ തന്നെ നോട്ടൊക്കെ കിട്ടാൻ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കണ്ട. നമുക്ക് ഇന്ന് നമ്മളെടുക്കുന്ന ഒരു ഭാഗം നമുക്കറിയാലോ, ബയോളജിയാണ് അല്ലേ. അതിൽ മലമ്പനിയെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് വന്നത്. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? എത്ര തവണ ചോദിച്ച ചോദ്യം അതറിയോ? എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ഈ മുൻകാല ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. അത് പഠിക്കാതെ നിങ്ങൾ ഈ കൂടുതൽ ഡീറ്റെയിൽസിലൊന്നും പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും വളരെ കുറഞ്ഞ നേരമൊക്കെ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഗൗരവമായി പഠിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഉറപ്പിച്ചിരിക്കണം. ഇത് ഏതാണ്? ആ പ്ലാസ്മോഡിയം സ്പോരോസോവയിലാണ് വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിലൊരു വ്യത്യാസം, സാധാരണ മലമ്പനിയുടെ രോഗകാരി ഏതാണെന്ന് ചോദിച്ചിട്ട് പ്ലാസ്മോഡിയം എന്നാണ് തരാറ്, അത് പ്രോട്ടോസോവ എന്നൊക്കെ തരാറുണ്ട്. പക്ഷെ ഇവിടെ അതിന് ഓപ്ഷൻ അങ്ങനെയൊക്കെ തരാറുണ്ട്. ഇവിടെ സ്പോരോസോവ എന്ന് പറയുന്ന ഒന്നുകൂടി ഡീറ്റെയിലായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലെ പ്രധാന വസ്തുതകൾ, രോഗകാരി പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഏകകോശ പരാദജീവിയാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ജീവിനെയാണ് പരാദജീവി എന്ന് പറയുക. ഏകകോശ ജീവിയാണ്, പക്ഷേ യൂക്രിയാറ്റിക്കുകളാണ്, ബാക്ടീരിയനെ പോലെ അല്ല, ഏകകോശ ജീവിയാണ്. അപ്പോൾ അവിടെ ഓർക്കുക, പ്ലാസ്മോഡിയം, മലമ്പനി, സ്പോരോസോവ, അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. പ്ലാസ്മോഡിയം, മലമ്പനി, സ്പോരോസോവ. ഇതൊരു പരാദജീവിയാണ്, ഏകകോശ ജീവിയാണെന്ന് കൂടി ഓർക്കുക. അതുപോലെ തന്നെ ഈ രോഗം പരത്തുന്ന കൊതുക് ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് അനോഫിലിസ് കൊതുകുകളാണ്. മലമ്പനി പരത്തുന്നത് സാധാരണ PSCക്ക് ചോദിക്കാറുള്ളതാണ്, 10ാം ക്ലാസ്സിലെ SCRT ബുക്കിലുള്ളതാണ്. മറ്റ് കൊതുകുജന്യ രോഗങ്ങൾ, അതും കൂടി നിങ്ങൾ ഓർക്കണം. മറ്റ് കൊതുകുജന്യ രോഗങ്ങളാണ് മന്ത് ഉണ്ടാക്കുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. അപ്പോൾ മലമ്പനി ഏതാണ്? മലമ്പനി എന്ന് പറയുന്നത് അനോഫലിസ് പെൺകൊതുകുകളാണ്. അനോഫലിസ് പെൺകൊതുകുകളാണ് എങ്കിൽ മന്ത് ക്യൂലെക്സ് കൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഈഡിസ് കൊതുകുകളാണ്. ഇത് ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് PSCക്ക് ചോദിക്കാറുണ്ട്. സാംക്രമിക രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഇതേ ചോദ്യപേപ്പറിൽ വന്നു. രോഗകാരികളിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ, ഇതൊരൊറ്റ ചോദ്യപേപ്പറിലെ 8 എണ്ണം, പിന്നെ അടുത്ത ചോദ്യപേപ്പറിലെ 8 എണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ രോഗകാരികൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗമാണ്. അത് പഠിച്ചു പോയ ഒരാൾക്ക് ഈ ചോദ്യപേപ്പറിൽ എത്ര എണ്ണം കിട്ടും? 2 എണ്ണം കിട്ടും. ഇത് SCRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. കോളറ വൈറസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, അതുപോലെ തന്നെ സ്ക്രബ് ട്രൈഫസ്, വിബ്രിയോ കോളറ, കുരങ്ങുപനി, ബാക്ടീരിയ. ഇതിലെ ശരി ഉത്തരം ഏത് മാത്രമാണ്? അവിടെ തന്നിട്ടുള്ളതിൽ നോക്കുക,
എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയമാണ്. എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയമാണ്. ഓർക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി ഇതറിയാമെങ്കിൽ. ഇതിന് വെയിൽസ് ഡിസീസ് എന്നും അറിയപ്പെടും. കോളർ അതേ സമയം വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. കോളറ ഓർത്തു വെക്കാം, അവിടെ കോളറ എന്നൊരു വാക്കുണ്ടായിരിക്കണം. വിബ്രിയോ കോളറ ആണ്. ഇവിടെ വൈറസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംഭവം എന്താണ്? ബാക്ടീരിയ. അപ്പൊ കോളറ ബാക്ടീരിയയാണ്. ബാക്ടീരിയ പരത്തുന്ന രോഗം ഏതാണെന്ന് അറിയണം. വൈറസ് പരത്തുന്ന രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്ത് ചോദ്യം വരുന്നത് അത് ഇല്ല. ഒരു ദിവസം മര്യാദയ്ക്കൊന്നും ഇരുന്നാൽ പഠിച്ചു തീരാവുന്ന, ഒരു 4-5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരാവുന്ന ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പോൾ കുരങ്ങു പനി എന്ന് പറയുന്നതും വൈറസ് രോഗമാണ്. മനസ്സിലായല്ലോ. ഇതിന് മറ്റൊരു പേരുണ്ട്. അതെന്താണ്? കാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നും പറയും. കാസാനൂർ ഫോറസ്റ്റ് ഡിസീസ്. സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് ചെള്ളുപനിയാണ്. ചെള്ളുപനിയുടെ ഒരു വാക്കാണ് സ്ക്രൈബ് ടൈഫസ്. ഇത് ഒറിയൻഷ്യ സുസുഗാമുഷി എന്ന ബാക്ടീരിയമാണ്. ഓക്കെ. ഈ കുരങ്ങുപനി അടുത്തടുത്ത് കേരളത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തുള്ളതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിക്കണം, അത് പരീക്ഷയ്ക്ക് വരും. ഓക്കെ. അടുത്തത് ബാക്ടീരിയ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷയം, ടെറ്റ്നസ്, ടൈഫോയിഡ്. വൈറസ് രോഗങ്ങൾ എയ്ഡ്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ബോക്സ്, നിപ്പ. ഇപ്പൊ ബാക്ടീരിയ രോഗങ്ങളിൽ ക്ഷയം വരും, ടെറ്റ്നസ് വരും, ടൈഫോയിഡ് വരും. വൈറസ് രോഗങ്ങളിൽ എയ്ഡ്സ് വരും, ഡെങ്കിപ്പനി വരും, ചിക്കൻ ബോക്സ് വരും, നിപ്പ വരും. ഇനി ജനിതക രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നും ചോദ്യം വന്നു. അപ്പൊ രോഗങ്ങൾ എന്നുള്ള ഭാഗത്തിൽ നിന്ന് ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളിൽ, അതായത് 2 ചോദ്യപേപ്പറിൽ നിന്നായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ 3 ചോദ്യങ്ങൾ കണ്ടു. 2 ചോദ്യപേപ്പറേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതിന് 2 ചോദ്യപേപ്പർ ഇതുപോലെ വരും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട ഭാഗം എവിടെയെന്ന് മനസ്സിലാവും. ഇത് പഠിക്കാതെ നിങ്ങൾ ഒരുപാട് കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ വന്നോളണമെന്നില്ല, പക്ഷെ അതൊരു ട്രെൻഡാണ്. ഓക്കെ. ഇങ്ങനത്തെ കുറച്ച് ട്രെൻഡിങ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് മാർക്ക് അവിടെ തന്നെ ഉറപ്പിക്കാൻ പറ്റും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗം. അപ്പൊ അവിടെ ജനിതക രോഗം എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ജനിതക രോഗങ്ങളുണ്ട്, വൈറസ് പരത്തുന്ന രോഗങ്ങളുണ്ട്, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്, ബാക്ടീരിയയിലൂടെ വരുന്ന രോഗങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് അറിയിക്കണം. ജന്തുജന്യ രോഗങ്ങളുണ്ട്, കൊതുക് പരത്തുന്ന രോഗങ്ങളുണ്ട്. ഇങ്ങനെ രോഗങ്ങൾക്ക് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. അത് നമുക്ക് ഓരോരോ വീഡിയോ പഠിക്കുമ്പോൾ നമുക്കതങ്ങനെ കൂടുതൽ ബോധ്യമായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കീവേഡ്സ് ഏതൊക്കെയാണ്? രക്തം കട്ടപിടിക്കൽ, അതിനെ തടയുന്നു. അതിനെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം ഉണ്ടാകുന്നു. പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏതാണ്? ജനിതക രോഗമാണ് രക്തം കട്ടപിടിക്കുന്നതിനെ എന്ത് ചെയ്യുന്ന സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന എന്താണ്? ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുന്നവയാണ്. അത് ഹീമോഫീലിയയാണ്. ഹീമോഫീലിയയാണ്. സാധാരണയായിട്ട് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ അഭാവമാണ് ഇതിന് കാരണം. അത് ഉണ്ടാക്കുന്ന ജീനുകൾക്ക് വൈകല്യം വരുന്നു. അപരനാമം, ഈ ഹീമോഫീലിയയ്ക്ക് ഒരു അപരനാമമുണ്ട്. അതേതാണ്? രാജകീയ രോഗം എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ ഹീമോഫീലിയയിൽ രക്തം കട്ടപിടിക്കില്ല. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ അഭാവം കാരണം അതിൻ്റെ ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുന്നു. ആ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്, പാരമ്പര്യമായി വരുന്ന രോഗമാണ്. മാത്രമല്ല ഇതിന് രാജകീയ രോഗം എന്നൊരു പേരുണ്ട്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 അതും കൂടി ഓർക്കുക. ലോക ഹീമോഫീലിയ ദിനം ഏതാണ്? ഏപ്രിൽ 17 രക്തം കട്ട പിടിക്കലുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം അതേതാണ്? ജീവകം K ആണ്. രക്തം കട്ട പിടിക്കാൻ, രക്തത്തിലും K ഉണ്ട്, കട്ട പിടിക്കാനിലും K ഉണ്ട്, ഓർത്തു വയ്ക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. ഇതൊക്കെ SCRT ബുക്കിലുള്ളതാണ്. ഇപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ ഏതാണ്? അത് രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. ജനിതക രോഗങ്ങളുടെ വർഗീകരണം. ഇപ്പം 4ാമത്തെ ചോദ്യമായിട്ടാണ്.
ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 16 ചോദ്യങ്ങൾ, അത് 4ാമത്തെ ചോദ്യമായി എന്ന് പറഞ്ഞാൽ 25% ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്ന്. ഇത് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ട്രെൻഡ് കാണുന്നുണ്ട്. ഇനി മാറിയേക്കാം, പക്ഷേ ഒരു പ്രോബബിലിറ്റി ഹൈ ആണ് ഈ ചോദ്യങ്ങൾ വരാൻ. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രോബബിലിറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് എത്തുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടിരിക്കും. യെസ്, ജനിതക രോഗങ്ങളുടെ വർഗീകരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ക്യാൻസർ, സിലിക്കോസിസ്, ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടെറ്റനസ്. ഇപ്പൊ നോക്കൂ, നേരത്തെ ചോദ്യത്തിൽ നിന്ന് ഹീമോഫീലിയ നിങ്ങളൊരു ജനിതക രോഗമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും 2-ന് സാധ്യത ഉണ്ട് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ എന്താണ് ശരി ഉത്തരം? 2 മാത്രമാണ്. ഹീമോഫീലിയോ രക്തം കെട്ട പിടിക്കാത്ത അവസ്ഥയാണ്, ജനിതക രോഗമാണ്. സിക്കിൾ സെൽ അനീമിയയും അരിവാൾ രോഗവും അതും ഒരു ജനിതക രോഗമാണ്. ഹീമോഫീലിയയിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ജീനുകൾക്ക് വൈകല്യമാണ് വരുന്നതെങ്കിൽ സിക്കിൾ സെൽ അനീമിയയിൽ എന്താണ് വരുന്നത്? സിക്കിൾ സെൽ അനീമിയയിൽ എന്താണ് വരുന്നത്? അത് ഹീമോഗ്ലോബിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വൈകല്യമാണ്. അപ്പോൾ കേരളത്തിൽ അരിവാൾ രോഗം കൂടുതലായി കാണപ്പെടുന്നത് വയനാട്ടിലെ ആദിവാസികളിലാണ്. ചോദിച്ചിട്ടുണ്ട്, ഓർക്കുക. അടുത്ത കാലത്തെ PSCകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ജനിതക രോഗങ്ങൾ. ഇനി നാഡീവ്യവസ്ഥയുടെ രോഗങ്ങൾ 16 5ാമത്തെ ചോദ്യമാണ്. നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അതൊന്നാണ് പാർക്കിൻസൺ രോഗം. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡിയെ പോഷകത്തിന്റെ ഉൽപാദനം കുറയ്ക്കുകയും മസ്തിഷ്കത്തിന്റെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം. ഇപ്പൊ തലച്ചോറിൽ ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ രോഗം. അത് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമുക്കറിയാലേ, നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ ആക്റ്റീവ് ആക്കി നിർത്തുന്ന, നമ്മുടെ പേശികൾക്കൊക്കെ ചലനത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമിൻ. ആ ഡോപ്പാമിൻ എന്നുള്ള നാഡീയ പ്രേഷകത്തിന്റെ ന്യൂറോ ട്രാൻസ്മിറ്ററുടെ അതിൻ്റെ ഉൽപാദനം കുറയും. ആ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം പാർക്കിൻസൺ ആണ്. അപ്പൊ പാർക്കിൻസണുമായി ബന്ധപ്പെട്ടതാണ് ഡോപ്പാമിൻ. ഗാംഗ്ലിയോണുകൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. യെസ്, പാർക്കിൻസൺസ് ഡോപ്പാമിൻ എന്ന നാഡീയ പോഷകത്തിന്റെ കുറവാണ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേതാ സംഭവം? പാർക്കിൻസൺ. എന്നാൽ അതിനോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ടതാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് എന്ന് പറയുന്നത് തലച്ചോറിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നതാണ്. അൽഷിമേഴ്സ് എന്താണ്? തലച്ചോറിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നതാണ്. ന്യൂറോൺ എന്ന് പറയുന്നത് തലച്ചോറിലാണ്, നെഫ്രോൺ എന്ന് പറയുന്നത് വൃക്കയിലാണ്. ഓക്കെ, അതുകൊണ്ട് നെഫ്രോളജി വൃക്കയുമായി ബന്ധപ്പെട്ടതാണ്, ന്യൂറോളജി തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്. ഓർക്കുക, ഓർമ്മക്കുറവാണ് പ്രധാന ലക്ഷണം. അൽഷിമേഴ്സിന്റെ പ്രധാന ലക്ഷണം ഏതാണ്? ഓർമ്മക്കുറവ്. അപ്പോൾ മറ്റൊരു നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗമാണ് അപസ്മാരം. അത് തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹം, ചുഴലി എന്നൊക്കെ നാട്ടിൻപുറത്ത് അറിയപ്പെടുന്നത്. അപ്പൊ അപസ്മാരം, അൽഷിമേഴ്സ്, പാർക്കിൻസൺ. ഓർത്തിരിക്കുക, 3ന്റെയും കീവേഡും ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് ഹോർമോണും ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന് വന്നത് ഈ 16 വന്ന ഒരു ചോദ്യം ഹോർമോണുകളും ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണം അതുമായി ബന്ധപ്പെട്ട് വന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇത്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഇതാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ നോക്കൂ, ഇവിടെ ഈ ഹോർമോൺ അമിനോ ആസിഡുകളിൽ നിന്നാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ പഞ്ചസാരയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് പ്രമേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഓർക്കണം, ഗ്ലൂക്കോസ് നിയന്ത്രണ ഹോർമോണുകൾ ഏതാണ്? ഒന്ന് ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ടതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഗ്ലൂക്കഗോൺ. എന്താണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലുള്ള അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് കിട്ടും. അതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കോസ്, പഞ്ചസാര, പ്രമേഹം. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഒന്നാണ് ഇൻസുലിൻ. നേരെ തിരിച്ചാ ഇൻസുലിൻ ചെയ്യുന്നത്.
രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ അത് അളവ് കുറയ്ക്കും. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസിലാണ്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസിലാണ്. ഗ്ലൂക്കോഗോണും ഇൻസുലിനും രണ്ടും. ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കും, ഗ്ലൂക്കോഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. ഓക്കെ, വളർച്ചാ ഹോർമോൺ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഹോർമോണിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യമായിട്ടോ, 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടിയായിട്ട്. അതിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിനു ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്ത്? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് വളർച്ചാ ഹോർമോണാണ്. ഈ ചോദ്യം അത് ഓർത്തിരിക്കുന്ന ഒരാൾക്ക് അതൊന്നും കൂടി ഉറപ്പിക്കലാം. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിനു ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ, വളർച്ചാഘട്ടത്തിന് ശേഷം വീണ്ടും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം മൂലം വളർച്ച കൂടുകയാണ്. അപ്പൊ ഏതൊക്കെയാ വലുതാവുന്നത്? മുഖം, താടിയെല്ല്, വിരലുകൾ, ഇതൊക്കെ വലുതാവും. ഈ അസുഖം, അങ്ങനത്തെ 3 അസുഖങ്ങൾ നമ്മൾ പഠിക്കണം സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ടത്. അതിനാണ് പറയാതെ അക്രോമെഗാലി. നിങ്ങൾ അക്രാവഷ്ടൻ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ? പുരാണത്തിലുള്ള വൈകല്യമുള്ള ഒരാളായിരുന്നു അല്ലേ? അതുപോലെ നിങ്ങൾ അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ അതോടൊക്കെ പല വൈകല്യങ്ങളും ഉണ്ടാവും, വികൃതമാവും നമ്മുടെ ശരീര രൂപം. അപ്പൊ അക്രോമെഗാലി എന്നാണ് പറയുക. വളർച്ചാ ഹോർമോൺ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു രോഗം അക്രോമെഗാലി തന്നെയാണ്. അത് വളർച്ചാ ഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോൺ, ഏതാ വളർച്ചാ ഹോർമോൺ എന്ന് പറയുന്നത്? സൊമാറ്റോട്രോപ്പിൻ. ആ വളർച്ചാ ഹോർമോൺ എന്ത് ചെയ്യുന്നു? അമിതമായാൽ. ഇനി ഭീമാകാരത്വമുണ്ട്, അത് വളർച്ചാ ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്, ജൈജാൻഡിസം. അതും സൊമാറ്റോട്രോപ്പിൻ ആ സമയത്ത് കൂടുതൽ ഉണ്ടാവുന്നു, ഇപ്പൊ ഭീമാകാരത്വം ഉണ്ടാവുന്നു. ഇനി വാമനത്വമുണ്ട്. വാമനത്വം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്നു, ഡാർഫനിസം അല്ലെ? അപ്പൊ ഡാർഫിസം, വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു പോയാൽ അത് വാമനത്വമാണ്. അപ്പോൾ ഏതൊക്കെ ഓർക്കുക? വാമനത്വം, ഭീമാകാരത്വം, അക്രോമെഗാലി. ഇത് 3ഉം ഓർക്കുക. 3ഉം സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ടതാണ്. സൊമാറ്റോട്രോപ്പിനെ ഇത് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. അത് പീയൂഷ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം വന്നത് പല്ലിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ സ്ഥിരം PSCക്ക് വരുന്ന ചോദ്യങ്ങളാണ്. സ്ഥിരം നമ്മൾ നോക്കുമ്പോൾ 2000 മുതൽ 2024 വരെ എത്ര ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും? നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഒരു 4000-5000 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ പഠിക്കേണ്ടത്. ഈ 5000 ചോദ്യങ്ങളിൽ പലതും ആവർത്തിച്ചു വരുന്നവയാണ്. 5000 ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കാനില്ല. ഓക്കെ, എന്ത് സ്ഥിരം ആവർത്തിച്ചു വരുന്നത്, അതായത് 8 എണ്ണത്തിൽ ഒരു 6-7 എണ്ണം അതാണ്. ഇപ്പൊ സയൻസിലൊക്കെ മാർക്ക് നേടാൻ നിങ്ങൾ SCRT മൊത്തം കലക്കി കുടിക്കണ്ട. അവിടെ ഞാൻ പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിക്കലാണ് ഏറ്റവും നല്ല ബുദ്ധി. പല്ലിന്റെ ആന്തരിക ഘടന ചുവടെ തന്നിരിക്കുന്നു, ഇവയിൽ ശരിയായ ജോഡികളേവ. SCRT ബുക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കൺസെപ്റ്റ് വെച്ചിട്ട് മനസ്സിലാവും. അതാണ് അതിൻ്റെ വേറൊരു ഗുണം. ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. അപ്പൊ പുതുതായി പഠിക്കാൻ തുടങ്ങുന്നവർ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ച് ഒരു ധാരണയായി SCRTയിലേക്ക് വീഴുക. നിങ്ങളൊരു കോഴ്സിനൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കാരണം അവർക്ക് അറിയണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന്. നിങ്ങൾ സ്വയം പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് പഠിക്കണം? ഇപ്പോഴത്തെ ചോദ്യങ്ങൾ പഠിക്കണം, അതിൻ്റെ ശൈലി പഠിക്കണം. പല്ലിന്റെ ആന്തരിക ഘടന ചുവടെ തന്നിരിക്കുന്നു. ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഇതിൽ ABCD എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ശരിയാണ്. ഞാനത് ഇവിടെ തരാത്തത് എന്താ വെച്ചാൽ A1, 2, B2, 3, ഇവിടെ D എല്ലാം ശരിയാണ് ഈ തന്നിട്ടുള്ളതിൽ. അപ്പൊ ഇനാമൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പല്ലിന്റെ ഇനാമലാണ്. ഓക്കെ, ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത് ആ വെള്ളപ്പാളിയാണ്. ഡെൻറ്റൈൻ എന്ന് പറഞ്ഞാലോ ഇനാമലിന്റെ തൊട്ട് താഴെയുള്ള ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ പിക്ചർ എടുക്കാൻ മറന്നുപോയി, ഇല്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നന്നായിട്ട് മനസ്സിലാവാം. നിങ്ങൾക്ക് നെറ്റിലൊന്ന് തപ്പിയാൽ ഇതിൻ്റെയൊക്കെ പിക്ചർ കിട്ടും, അല്ലെങ്കിൽ SCRT ബുക്കിലുണ്ട്. ഡെൻറ്റൈൻ ഇനാമലിന്റെ താഴെയുള്ള ജീവനുള്ള കല. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത്തരം പറയുമ്പോൾ ഞാൻ ഇനി മറന്നു പോകില്ല, ചിത്രം വെച്ചുകൊണ്ടായിരിക്കും ക്ലാസ്.
അപ്പോൾ ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ ഇനാമലിന്റെ താഴെയുള്ള ജീവനുള്ള കലയാണ്, ലിവിങ് ഇഷ്യൂ ആണ്. അതേസമയം ഇനാമൽ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള കലയല്ല. ഓക്കെ, ഇനി പൾപ്പ് ക്യാവിറ്റി, ഡെൻഡൈന്റെ ഉൾഭാഗത്തെ അറ. ഡെൻഡൈന്റെ ഉൾഭാഗത്ത്, ഈ പല്ലിന്റെ ഉൾഭാഗത്ത് ഒരറുണ്ട്, അതിനെയാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെ രക്തക്കുഴലുകളും നാഡികളും അടങ്ങിയിരിക്കുന്നു. പോഷകങ്ങളൊക്കെ അവിടെയാണ്. സിമന്റം, മോണയിലെ കുഴിയിൽ നമ്മുടെ പല്ലിനെ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് സിമന്റം. അത് യോജക കലയാണ്. രക്തം ഒരു യോജക കലയാണല്ലോ, ദ്രാവക യോജക കലയാണ് രക്തം, അല്ലെ? സിമന്റവും ഒരു യോജക കലയാണ്, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിക്കുന്ന യോജക കലയാണ്. അപ്പൊ സിമന്റം മോണയിലെ പല്ലിനെ ഉറപ്പിക്കുന്നു, സിമെന്റ് എന്ന് ഉറപ്പിച്ചാൽ മതി, ഉറപ്പിക്കാൻ പറ്റുന്നതാണല്ലോ, അല്ലെ? അതൊരു യോജക കലയാണ്, പല്ലുമായി ബന്ധപ്പെട്ടതാണ്. പൾപ്പ് ക്യാവിറ്റി, പൾപ്പാണ്. ഡെൻഡൈന്റെ ഉൾഭാഗത്തെ അറ, രക്തക്കുഴലുകളും നാഡികളും അടങ്ങിയിട്ടുണ്ട്. ഡെൻഡൈൻ, ഇനാമൽ കഴിഞ്ഞാൽ ഡെൻഡൈൻ, ഇനാമലിന് താഴെയുള്ള ജീവനുള്ള കലയാണ്. ഇനാമൽ ഏറ്റവും പുറമേയുള്ള വെള്ളപ്പാളി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്. പല്ലിനെ കുറിച്ചുള്ള വസ്തുതകൾ, പാൽപ്പല്ലുകൾ, അതായത് ഒരു കുട്ടി ജനിച്ചാൽ ഉണ്ടാവുകയും അല്ല മെല്ലെ മെല്ലെ ഉണ്ടാവുകയും പിന്നീട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. ആ പാൽപ്പല്ലുകൾ 20 എണ്ണമാണ്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് പറഞ്ഞാൽ 32. ഒരിക്കൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയി പിന്നെ പല്ല് വന്നാൽ പിന്നെ ഒരു പല്ല് വരില്ല, ആ പല്ലുകളാണ് 32. എന്നാൽ പാൽപ്പല്ലുകൾ എത്രയാണ്? 20 എണ്ണമാണ്. പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡെന്റോളജിയാണ്. ഓർത്തു വെച്ചോളൂ, ഓഡെന്റോളജിയാണ്, ഓഡെന്റോളജി. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം അവിടെ നിന്നായല്ലോ. ഇനി ജീവകങ്ങളിൽ നിന്ന് ചോദ്യം വന്നു. പണ്ടൊക്കെ ജീവകങ്ങളിൽ നിന്ന് ധാരാളം ചോദ്യം വരാറുണ്ട്, അപര്യാപ്തതാ രോഗങ്ങളും വരാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ജീവകങ്ങളിൽ നിന്ന് എന്താണ് വന്നിട്ടുള്ളതെന്ന്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലറി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്നാടത്ത് പോയ ചോദ്യമാണ്. അപര്യാപ്തതാ രോഗമല്ല ചോദിച്ചത്, ആ ജീവകം കൊണ്ടുള്ള ഗുണവുമല്ല ചോദിച്ചത്. ആന്റി സ്റ്റെറിലറി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ സ്റ്റെറിലറി എന്താണെന്ന് അറിയണം. ജീവകം എ, ജീവകം ഡി, ജീവകം എ, ഇ, ജീവകം കെ. ജീവകം കെനെ നമ്മൾ നേരത്തെ പഠിച്ചു, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലറി ജീവകം എന്ന് പറയുന്നത്. എന്താണ് ജീവകം ഇ? ജീവകം ഇന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോളൂ. ടോക്കോഫെറോൾ എന്നാണ് അതിന്റെ ഫോം. കാരണം ഇവിടെ ആന്റി സ്റ്റെറിലൈൻ ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഈ ഭാഗം ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ടോക്കോഫെറോൾ, ജീവകം ഇ. പ്രത്യേകത, ആന്റി സ്റ്റെറിലറി ജീവകം ഇത് വന്ധ്യതയ്ക്ക് കാരണമാണ്. മനസ്സിലായോ? ആന്റി സ്റ്റെറിലറി എന്ന് പറഞ്ഞാൽ, ജീവകം ഇ എന്ന് പറഞ്ഞാൽ വന്ധ്യതയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റു പേരുകൾ, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നും ജീവകം ഇക്ക് പേരുണ്ട്, വിറ്റാമിൻ ഇക്ക് പേരുണ്ട്. ജീവകങ്ങളുടെ വർഗീകരണം നമ്മൾ പഠിക്കണം. പണ്ടത്തെ സ്ഥിരം ചോദ്യമാണ്, അടുത്ത കാലത്ത് കണ്ടിട്ടില്ല, പക്ഷെ ചോദിച്ചേക്കാം. ഓർത്തു വെക്കാനും എളുപ്പമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കേട എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. KEDA, കേട. ഓക്കെ, അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നത് കേട, KEDA. എന്നാൽ വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബാക്കി 2 എണ്ണം, ബിയും സിയും. ദാറ്റ്സ് ആൾ. മറ്റ് പ്രധാന ജീവകങ്ങളാണ് ജീവകം എ. ജീവകം എ നേരത്തെ പറഞ്ഞു, ഞാൻ പറയുന്നത് അത് റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുക. എന്താണ് അറിയപ്പെടുക? റെറ്റിനോൾ. കുറവ് നിശാന്തതയ്ക്ക് കാരണം. നോക്കൂ, റെറ്റിനോൾ ഓർക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കണ്ണിലുള്ളത് റെറ്റിനയാണ്. നിശാന്തതയുമായി ബന്ധപ്പെട്ടതാണ് ജീവകം എ. ഇപ്പൊ ജീവകം എ, റെറ്റിന, റെറ്റിനോൾ, നിശാന്തത. നോക്കൂ, അങ്ങനെ മെമ്മറീസ് ആർ കണക്ഷൻ, കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ജീവകം ഡി, സൺഷൈൻ വിറ്റാമിൻ. ഇതിന്റെ കുറവ് കുട്ടികളിൽ കണരോഗത്തിന് കാരണം. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിറ്റാമിനാണ് ജീവകം ഡി. അതുകൊണ്ട് തന്നെ സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയും. ഇതിന്റെ കുറവ് കുട്ടികളിൽ കണരോഗത്തിന് കാരണമാകും. ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ജീവകം സി സ്കർവിയാണ്. സ്കർവി, ആ സിയിൽ തന്നെ ഉണ്ട് സ്കർവി. ജീവകം സി സ്കർവി എന്ന രോഗത്തിന് കാരണമാകും. ഇനി ഒരു ചോദ്യം ചോദിച്ചത് സമുദ്രശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ബയോളജി സമുദ്രശാസ്ത്രമോ? ശരിയാണ്, അതുണ്ട്. അവിടെ സമുദ്രത്തിലുള്ള അടിത്തട്ടിനെ കുറിച്ച് പഠിക്കുന്നത് പോലെയല്ല ഇവിടുത്തെ ഒരു പഠനം. സമുദ്രത്തിലെ പ്രകാശ മേഖലകൾ, സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ഉപരിതലം തൊട്ടിട്ട് 200 മീറ്റർ വരെ യൂഫോട്ടിക് മേഖല.
200 മീറ്ററിനും 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, യൂഫോട്ടിക്, എഫോട്ടിക്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രകാശം എന്നാണ്. ഓക്കെ, ഫോട്ടോഗ്രഫി പ്രകാശത്തെ പതിപ്പിക്കുന്ന ഉപകരണമാണ്. ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണമാണ്. അപ്പൊ സമുദ്രത്തിന്റെ അടിത്തട്ടിനെ പ്രകാശവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യൂറോഫോട്ടിക്, മറ്റേത് എഫോട്ടിക്, മറ്റേത് ഡിസ്ഫോട്ടിക്. ഇതൊന്ന് ആലോചിച്ചാൽ ഇനി നോക്കൂ. യൂഫോട്ടിക് സോൺ, യൂഫോട്ടിക്കില് ഉപരിതലം എന്ന യൂണിയൻ ആലോചിച്ച് നോക്കൂ. ഉപരിതലത്തിൽ ഒരു യു ഇല്ലേ? യു എന്നുള്ളത് നമുക്ക് ഉ എന്നുള്ളതിന് അടുത്തടുത്ത് നിൽക്കുന്നതല്ലേ. അപ്പൊ ഉപരിതലം യൂഫോട്ടിക്. ഇനിയോ സൂര്യപ്രകാശം നന്നായി ലഭിക്കും 200 മീറ്റർ വരെ. അതുകൊണ്ട് തന്നെ ധാരാളം സസ്യപ്ലവകങ്ങൾ അവിടെ കാണപ്പെടും. അത് ഓക്സിജൻ ഈ സസ്യപ്ലവകങ്ങൾ നൽകും. അതുകൊണ്ട് ധാരാളം സസ്യപ്ലവകങ്ങൾ കാണപ്പെടും. ഓക്കെ, ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് 200 മുതൽ 1000 മീറ്റർ വരെയാണ്. അവിടെയാണ് ഇവിടെ തെറ്റിയത്. ഇവിടെ 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് ആണ് വേണ്ടത്, എഫോട്ടിക് അല്ല. ഓക്കെ, അപ്പോ നോക്കൂ, ഡിസ്ഫോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രകാശ മേഖല അതേതാണ്? കുറച്ചേ കിട്ടുള്ളൂ പ്രകാശം 200 മുതൽ 1000 മീറ്റർ വരെ. അഫോട്ടിക് പ്രകാശം ഇല്ല, അസത്യം, സത്യത്തിനെതിരെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അഫോട്ടിക് പ്രകാശമില്ല, പ്രകാശമില്ലാത്ത മേഖല 1000 മീറ്ററിന് താഴെ. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. യൂഫോട്ടിക്, അഫോട്ടിക്, അതിനിടയിൽ ഡിസ്ഫോട്ടിക്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ഇനി ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചു അല്ലെ, പരിസ്ഥിതി ശാസ്ത്രവും ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയോദ്യാനവുമായി ചോദിച്ചു, കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. കാശിരംഗ എവിടെയാ? ആസാമിലാണ്. ആസാമിലാണ് കാശിരംഗ എന്ന് മാത്രമല്ല, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് കാശിരംഗ മൈതാനം. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ആസാം. അപ്പൊ ആസാമിൽ തേയിലുണ്ട്, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമുണ്ട്. ആസാം നിങ്ങൾക്കറിയാലോ, ബംഗ്ലാദേശിന്റെ അടുത്ത്, ബംഗ്ലാദേശിന് ഇങ്ങനെ 2 കൈകൊണ്ടൊക്കെ തൊട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആസാം അല്ലെ. തേയിലയ്ക്ക് പ്രസിദ്ധമാണ്. കിഴക്കൻ മല നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആസാം. ഇപ്പൊ ഇന്ത്യയിലെ മറ്റ് ദേശീയോദ്യാനങ്ങൾ സ്ഥിരം വരുന്നത്, അപ്പൊ കാശിരംഗ സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ ചോദിക്കുന്നതാണ് ജിം കോർബറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ്. അത് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഗിർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ്. പണ്ടത്തെ കാലത്തെ PSC യുടെ സ്ഥിരം ചോദ്യം, ഞാനൊക്കെ PSC എഴുതുന്ന കാലത്തെ സ്ഥിരം ചോദ്യമാണ്. എൻ്റെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഗിർ. അതെല്ലാവരും എഴുതും. അതെന്ന് സ്ഥിരം പരീക്ഷയ്ക്കാണ്, ഇപ്പോഴും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഏഷ്യാറ്റിക് സിംഹങ്ങൾക്ക് പ്രസിദ്ധം ഗുജറാത്ത്. ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് കേട്ടോ. കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ജിം കോർബറ്റ് ആണ്. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണമാണ്. ഈ ഇരവികുളം നിങ്ങൾക്കറിയാലോ, അത് ഇടുക്കിയിലാണ്. സൈലന്റ് വാലി, മലപ്പുറത്തെ ദേശീയോദ്യാനവും ഒഴികെ ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും, മലപ്പുറം പാലക്കാട് ജില്ലകളിൽ വരാൻ പോകുന്ന ദേശീയോദ്യാനം. പിന്നെ കിയോലാഡിയോ ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടതാണ് ഒറ്റത്തവണ. രാജസ്ഥാനിലെ പക്ഷി സങ്കേതമാണ് കിയോലാഡിയോ. കിയോ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുക ആരാ? കിളികളല്ലേ. അവിടെ തന്നെ രാജസ്ഥാൻ കിയോഡിയോ, രാജസ്ഥാൻ പക്ഷി സങ്കേതം. ഓക്കെ, അപ്പൊ രാജാവിനെ എങ്ങനെ ഓർക്കും? പക്ഷിയുടെ തൂവലൊക്കെ വെച്ചിട്ടുള്ള ഒരു പഴയ കാട്ടുരാജാവിനെയും ഓർക്കുക. അപ്പൊ കിയോഡിയോ സെറ്റായി. ദാറ്റ്സ് ആൾ. അടുത്ത ചോദ്യം വന്നത് പരിസ്ഥിതി സാഹിത്യത്തിൽ നിന്നാണ്. സൈലന്റ് സ്പ്രിങ് സ്ഥിരം ചോദിക്കുന്നതാണ്. സൈലന്റ് സ്പ്രിങ്, ആ സൈലന്റ് സ്പ്രിങ് റേച്ചൽ കാഴ്സന്റേതാണ്. സൈലന്റ് സ്പ്രിങ് ഏതാണ്? റേച്ചൽ കാഴ്സന്റേതാണ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. DDT നിരോധിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ റേച്ചൽ കാഴ്സന്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്ന സൈലന്റ് സ്പ്രിങ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഓർക്കേണ്ടത് ഇതുപോലെ ഒരു പരിസ്ഥിതി കവിത കേരളത്തിലുമുണ്ട്. കുറ്റിപ്പുറം പാലം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ. ഏതാണത്? കുറ്റിപ്പുറം പാലം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇപ്പൊ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ റേച്ചൽ കേഴ്സൺ ആണ് രചയിതാവ്.
പ്രമേയം എന്താണ്? DDT പോലുള്ള കീടനാശിനികൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ. അതായത് ഈ റേച്ചൽ കാൾസൺ സ്ഥിരമായിട്ട് തൻ്റെ സുഹൃത്തായി, ഒരു പത്രപ്രവർത്തകനാണ്, അവർ വെക്കേഷൻ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി തൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥലത്ത് പോവാറുണ്ട്. സാധാരണയായിട്ട് അവിടെ ധാരാളം പക്ഷികൾ രാവിലെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു വെക്കേഷൻ വന്നപ്പോൾ അവിടെ പക്ഷികളെ കേൾക്കാനേ ഇല്ല. അതാണ് സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. ആ വസന്തത്തിൽ പക്ഷികളില്ല. കാരണം അന്വേഷിച്ചപ്പോഴാണ് അവിടെ വ്യാപകമായി കീടനാശിനി ആയിട്ട് DDT തളിക്കാൻ ഉണ്ടെന്നും, അങ്ങനെ DDTയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പറ്റിപ്പിടിച്ച പുല്ലിൽ പോലും അതുണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് പശുവിലാണെങ്കിൽ ആ പശുവിൻ്റെ പാലിൽ നിന്ന് മനുഷ്യരിലേക്ക് അടക്കം വരും. എന്നാണ് DDTന്റെ പ്രത്യേകത. അങ്ങനെ DDTക്കെതിരെ വലിയ ഒരു പ്രചരണം ഈ പുസ്തകത്തിലൂടെ വരുന്നു. അങ്ങനെ DDT അമേരിക്കയിൽ നിരോധിക്കപ്പെടുന്നുണ്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച പുസ്തകമാണ്. ഇനി പ്രധാന ദിനങ്ങൾ. പണ്ടത്തെ കാലം മുതൽ ഇക്കാലം വരെ PSC ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളിലൊന്നാണ് ആരോഗ്യ ദിനം. ആരോഗ്യ ദിനം, അതുമായി ബന്ധപ്പെട്ട് ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനം നവംബർ 14 നവംബർ 14 ലോക പ്രമേഹ ദിനമാണ്. നവംബർ 14 ഏതാണ്? ലോക പ്രമേഹ ദിനമാണ്. ലോക ആരോഗ്യ ദിനം നിങ്ങൾ ഓർത്തിരിക്കുക. അത് ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 7ന്റെ ഇരട്ടിയാണ് പ്രമേഹം 14. ആരോഗ്യം ഇരട്ടി നശിക്കും 14-ലെത്തിയാൽ, അല്ലെ? പ്രമേഹത്തിലെത്തിയാൽ. ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ 4ാമത്തെ മാസമാണ്. ആണോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. നവംബർ മാസോ 11ാമത്തെ മാസമാണ്. അപ്പൊ 4-ന്ന് 11ലേക്ക് 7 ഉണ്ട്. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്, സിമ്പിളായി നിങ്ങൾക്ക് കിട്ടും. 4ലേക്ക് നമുക്ക് ഒറ്റയടിക്ക് 11ലേക്ക് പോകാം, അല്ലേ? അപ്പൊ ഏപ്രിൽ 7 ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കി പഠിക്കുക. ഏപ്രിൽ 7 എന്ന് പറയുന്നത് നോക്കൂ, 4-7 അത് ആരോഗ്യ ദിനം. പിന്നെ നോക്കൂ 11-14 എളുപ്പമല്ലേ? 4ഉം 7ഉം കൂട്ടിയ 11, 7ന്റെ ഇരട്ടി 14. 2 ഡേറ്റ് നമ്മുടെ കയ്യിലായി. ഇത് ആരോഗ്യ ദിനം, ഇത് പ്രമേഹ ദിനം. ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 സ്ഥിരം ചോദിക്കുന്നതാണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ലോക ഹീമോഫീലിയ ദിനം നേരത്തെയും നമ്മൾ പഠിച്ചു, ഏപ്രിൽ 17. മറന്നു പോകണ്ട. ഇനി പരിസ്ഥിതി ദിനങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ലോക പരിസ്ഥിതി ദിനം എവിടെയാണ് നടക്കാറ് എന്നുള്ളത് ഇന്ന് PSCക്ക് സ്ഥിരം ചോദ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം അത് ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലായിരുന്നു. പരിസ്ഥിതി ദിനാചരണം 2024 ലോക പരിസ്ഥിതി ദിനാചരണം സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 അല്ലേ? നിങ്ങൾക്കറിയാലോ, സ്കൂളൊക്കെ കണ്ട് തുറന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മരം വെക്കും, അല്ലേ? ആ മരം വളരില്ലേ എന്ന് പിന്നെ നമുക്കറിയാം. 2025 ആതിഥേയ രാജ്യം, ഇത് 2024 സൗദി അറേബ്യ. 2025 ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലാണ് 2025. ലോക ഭൗമദിനം ഏപ്രിൽ 22. മറ്റൊന്ന് കേരള സർക്കാരിന്റെ ആരോഗ്യ പദ്ധതികളാണ് ചോദിച്ചത്. ഓക്കെ, ഈ 16 ചോദ്യങ്ങളിൽ മറ്റൊരു ചോദ്യം ഏതായിരുന്നു? കേരള സർക്കാരിന്റെ ആരോഗ്യ പദ്ധതികൾ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടി അമൃതം ആരോഗ്യം എന്നാണ്, അല്ലേ? അമൃതം ആരോഗ്യം. ജീവിതം ഇപ്പോഴേ തന്നെ നന്നാക്കുക. അതുകൊണ്ട് കൊടുത്ത പേര് നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ആരോഗ്യം അമൃതമാണ്. അപ്പൊ ജീവിതമൊക്കെ അതിനനുസരിച്ചിട്ട് ക്രമീകരിക്കുക. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികൾ അമൃതം ആരോഗ്യം, ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതിയാണ്. മറ്റൊന്ന് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. കാരുണ്യ എന്ന് പറയുമ്പോൾ തന്നെ കാരുണ്യ, ബെനവലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്നവർക്കുള്ള ചികിത്സാ സഹായം, അതാണ് കാരുണ്യ ബെനഫലന്റ് ഫണ്ട്. ആർദ്രം മിഷൻ. ആർദ്രം സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം മിഷൻ. ഈ സഞ്ജീവനി, ഈ വന്നല്ലോ, അപ്പൊ അത് ഓൺലൈനായിട്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി. ഓക്കെ, സഞ്ജീവനി ഔഷധം മറ്റേ ഹനുമാൻ കൊണ്ടുവരുന്നത് ഓർമ്മല്ലേ? അതാണ് ഈ സഞ്ജീവനി. അവിടെ ഈ വരുമ്പോൾ തന്നെ അത് ടെലിമെഡിസിൻ ആണ്.
ഓക്കെ. ആർദ്ര മിഷൻ ഏതാണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ. കാരുണ്യ ബെനഫലന്റ് ഫണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമുള്ള പദ്ധതി. കൂടുതൽ പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇത് അടുത്തിടയ്ക്ക് ചോദിച്ചതാണ്. കേൾവി കുറവുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ചെവിട്ടിലുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പരിപാടിയാണ് ശ്രുതി തരംഗം. മറ്റൊന്ന് വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കോവിഡിന് ശേഷമുള്ള ഒരു ട്രെൻഡാണ്. വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന വലിയൊരു ട്രെൻഡാണ്. അതിൽ മെനിഞ്ചൈറ്റിസ് വാക്സിൻ കണ്ടുപിടിച്ചു. അതെന്താ വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്താണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ആ ചോദ്യം വളരെ പ്രധാനമാകുന്നത്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV, ആ മെനിഞ്ചൈറ്റിസിന്റെ തന്നെ MEN ഉണ്ട്. MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം അത് ഏതാണ്? അത് നൈജീരിയ ആണ്. നൈജീരിയയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ മെനിഞ്ചൈറ്റിസിൽ ജാണ്ട്, നൈജീരിയയിലും ജാണ്ട്. ഓക്കെ. മെനിഞ്ചൈറ്റിസിൽ ഇതാ ഈ കാണുന്ന ഒന്നുണ്ട് അല്ലെ, ഇവിടെ 2 ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ നൈജീരിയ. വാക്സിൻ വസ്തുതകൾ. MEN 5CV വാക്സിൻ ആരാണ്? തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് രോഗത്തിനെതിരെയുള്ള പുതിയ വാക്സിൻ പുറത്തിറക്കിയ ആദ്യ രാജ്യം നൈജീരിയയാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. അത് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ആരോഗ്യമാണ്, ജീവനുമായി ബന്ധപ്പെട്ടതാണ്, ജനീവയാണ്. ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ അത് ഏതാണ്? കോവാക്സിൻ. ഭാരത് ബയോടെക് ആണ് നിർമ്മിച്ചത് കോവാക്സിൻ. ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ അത് ഓർമ്മിച്ചോളൂ, വസൂരിക്കെതിരെ എഡ്വേർഡ് ജെന്നർ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ PCSCക്ക് ഇഷ്ടപ്പെട്ടതാണ് BCG വാക്സിൻ. അത് ക്ഷയം, ആ ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. ഓക്കെ. അപ്പൊ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജിയാണ്. പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജിയാണ്. പല്ലുകളുടെ എണ്ണം, അതായത് പാൽപ്പല്ലുകളുടെ എണ്ണം 20ആണ്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യം ഉണ്ടാക്കുന്ന വസ്തു ഇനാമലാണ്. ഇൻസുലിൻ ഗ്ലൂക്കഗോണും ആഗ്നേയഗ്രന്ഥിയിലാണ്. ഒന്ന് ഇൻസുലിൻ ഗ്ലൂക്കോസ് നൽകുന്നു, മറ്റത് ഗ്ലൂക്കഗോൺ എന്താക്കി മാറ്റുന്നു, ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു, ഗ്ലൂക്കോഗോൺ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു, അമിനോ ആസിഡുകളെ ഗ്ലൂക്കോസ് ആയിട്ട് പരിവർത്തിപ്പിച്ചിട്ട്. വളർച്ചാ ഹോർമോൺ പീയൂഷ ഗ്രന്ഥിയിലാണ്. ബാക്ടീരിയ രോഗങ്ങൾ ക്ഷയം, ടെറ്റനസ്, ടൈഫോയിഡ്, കോളറ, എലിപ്പനിയാണ്. വൈറസ് രോഗങ്ങൾ എയ്ഡ്സ്, ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, നിപ്പ, കുരങ്ങുപനിയാണ്. ജനിതക രോഗങ്ങൾ ഓർക്കുക, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിലിയ. അതുപോലെ തന്നെ പ്രധാന രോഗദിനങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക പ്രമേഹ ദിനം നവംബർ 14, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അതുപോലെ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5, ലോക ഭൗമദിനം ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22. അരിവാൾ രോഗം കൂടുതലായി കാണപ്പെടുന്നത് വയനാട്ടിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഹിമോഫീലിയയുടെ അപരനാമം രാജകീയ രോഗം എന്നാണ്. എലിപ്പനിക്ക് വെയിൽസ് ഡിസീസ് എന്നൊരു പേരുണ്ട്. ജീവകം ഇയുടെ മറ്റൊരു പേര് ഹൃദയത്തിന്റെ സംരക്ഷകൻ. ജീവകം ഡിയുടെ മറ്റു പേര് സൺഷൈൻ വിറ്റാമിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധാരണയായല്ലോ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ക്ലാസ്സുകൾ മുഴുവൻ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. താങ്ക് യു.